ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി നൂഡിൽസ് റെസിപ്പിയാണ്. നൂഡിൽസ് നമ്മൾ പ്ലെയിൻ നൂഡിൽസ് മേടിച്ചിട്ട് ചെയ്തതാണിത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം അളവിൽ നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേവിച്ച് ഊറ്റാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നൂഡിൽസ് എന്താണെങ്കിലും വെന്ത് വരുമ്പോൾ ചെറിയൊരു സ്റ്റിക്കി ഉണ്ടാവും, അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല കേട്ടോ, ഓയിലാണ് ചേർത്തത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നൂഡിൽസും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ വെന്തിട്ട് ഒരു 6-7 മിനിറ്റ് അത്രയും മതിയാവും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടും. കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കിയാൽ മതിയാവും. അത് നമ്മൾ ഇനി അരിപ്പ പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് കണ്ടൻറ്റ് കളയാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ട് കിട്ടിക്കോളും, ഒട്ടും കട്ട പിടിക്കില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ആദ്യം മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടൊന്ന് മാറ്റാം. അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ബാക്കി നൂഡിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പാനൊന്ന് ചൂടായിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഈ വെന്ത മുട്ട ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേ പാത്രത്തിൽ തന്നെ കേട്ടോ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യണത്. കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചതച്ച് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാനൊരു മീഡിയം സവാള ഇതുപോലെ സ്ലൈസസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒരു ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തത്. ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഒന്ന് പകുതി വാടി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും കേട്ടോ, ഒരുപാടൊന്നും ഇടണേണ്ട. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ 1 ടീസ്പൂൺ ഫുൾ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കണില്ല. പിന്നെ കുറച്ച് സോസാണ് ചേർക്കുന്നത്. സോസ് എന്ന് പറയുമ്പോൾ ആകെ ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി വലിയ പണിയൊന്നുമില്ല. നൂഡിൽസും കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ 2 ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. മുട്ട എല്ലാം കഴിഞ്ഞപ്പോഴാണ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടക്കാട്ടോ ചേർത്ത് കൊടുത്തത്. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നൂഡിൽസിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാവും. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചെറിയ പീസാക്കി ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ട് ചിക്കനും കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും നൂഡിൽസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ പേജ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.